പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ വലിയ സ്നേഹ കൂട്ടായ്മയിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് ആരംഭിക്കാൻ ദൈവം നിയോഗിച്ച ബഹുമാനപ്പെട്ട സേവ്യർഖാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഈ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുകയാണ്. ഒരുപാട് വർഷങ്ങളായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാലഘട്ടത്തിൽ ബിനോയച്ചനും സാംസനച്ചനും ഞാനും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനെയും അതിൻ്റെ എല്ലാ ശുശ്രൂഷ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, കൃപകൾ, ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് വിടുതലുകൾ നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നമ്മൾ ഒത്തിരി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഇവിടെ യെശയ്യാ 43:21 ഒരു വചനമുണ്ട്. അങ്ങയെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ അങ്ങ് സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ജനം. നമ്മളെക്കുറിച്ച് സ്വർഗം പറയുന്ന കാര്യം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രകീർത്തിക്കണം. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊന്ന് തുടർന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രകീർത്തിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ നിറയെ നമുക്കറിയാം. പ്രിയപ്പെട്ട, അതുകൊണ്ട് വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ അവിടുത്തെ വലിയ നന്മകളെ ഓർത്ത്, അവിടുത്തെ വീര്യപ്രവൃത്തികളെ ഓർത്ത്, അവിടുത്തെ ശക്തികളെ ഓർത്ത്, അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത്, നല്ല ഈശോയെ ഓർത്ത്, അവിടുന്ന് കുരിശിൽ മരിച്ചതിനെല്ലാം ഓർത്ത് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രഭന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന്, മുഖ്യദൂതന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരോടും ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർന്ന്, നടത്തപ്പെടുന്ന ആരാധനയോട് ചേർന്ന് എല്ലാ മക്കളും കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. കൈകളടിച്ച് സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, വലിയ സ്നേഹത്തോടെ ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ച്, ദൈവമേ അങ്ങ് എത്രയോ നല്ലവനാണ്, കാരുണ്യവാനാണ്, എല്ലാം നന്മയ്ക്കായി മാറ്റുന്നവനാണ്. നന്ദി പറഞ്ഞങ്ങേ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ജീവനും ജീവിതവും ദാനമായി നൽകിയ ജീവന്റെ നാഥനെ നന്ദിയോടെ സ്തുതിക്കട്ടെ. ജീവനും ജീവിതവും ദാനമായി നൽകിയ ജീവന്റെ നാഥനെ നന്ദിയോടെ സ്തുതിക്കാം. ഭാരങ്ങളിൽ രോഗപീഠകളിൽ തകരാതെ താങ്ങിടും ആശ്വാസദായകനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ഭാരങ്ങളിൽ രോഗപീഠകളിൽ തകരാതെ താങ്ങിടും ആശ്വാസദായകനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്നു യേശുവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ. ഹല്ലേലൂയ. 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 കൈകളടിച്ച് പാടി ആരാധിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ഇന്നെനിക്കേകിയ
കർത്താവിൻ നന്മകളേറ്റു ചൊല്ലി സ്തുതിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും നന്ദി യേശുവേ. ഇന്നെനിക്കേകിയ കർത്താവിൻ നന്മകളേറ്റു ചൊല്ലി കഷ്ടതയിൽ വേദനയിൽ പ്രത്യാശയേകി നയിച്ചിടും കാരുണ്യരൂപനമേശുവിനെ നമുക്കൊന്നു ചെന്ന് സ്തുതിക്കാം. കഷ്ടതയിൽ വേദനയിൽ പ്രത്യാശയേകി നയിച്ചിടും കാരുണ്യരൂപനമേശുവിനെ നമുക്കൊന്നു ചെന്ന് സ്തുതിക്കാം. സന്തോഷത്തോടെ ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ഉയർത്തി സ്തുതിക്കട്ടെ. എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ മഹത്വം 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരുന്ന് തുടർന്ന് കർത്താവിൻ്റെ വലിയ സ്നേഹവും മാധുര്യവും നമുക്ക് ആസ്വദിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് രോഗസൗഖ്യങ്ങൾ കർത്താവ് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ കരുണയാണത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് മക്കളില്ലാത്തവരിത് കണ്ട് വചനം കേട്ട് ശരിക്കും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം കർത്താവ് ചേർത്ത് വെച്ച് അത്ഭുതകരമായ തരത്തിൽ കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ബോണ്ട വട്ടാലച്ചനോട് ചേർന്ന് ഈ ഒരു സാക്ഷി ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. എൻ്റെ പേര് റിജോ, ഭാര്യ നിഷ. ഞങ്ങൾ 2016 ജനുവരി കല്യാണം കഴിഞ്ഞാണ്. ആദ്യം ഞങ്ങൾ പ്രഗ്നൻ്റായി. പെട്ടെന്ന് തന്നെ അത് മിസ്കാരേജ് ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരുടെ അഡ്വൈസ് നോക്കി. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 9 ആഴ്ച വട്ടാലച്ചൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു മക്കളെ തരികയാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുകയും ചെയ്തോളാമെന്ന് പറഞ്ഞു. 4-ാമത്തെ ആഴ്ച പ്രഗ്നൻ്റായി. ഈശോയെ നോക്കിയേ, അതും ഈ ആലയത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇവർ 9 ആഴ്ച കർത്താവിൻ്റെ ഇവർ ഡോക്ടർമാരുടെ അടുത്ത് എല്ലാ ചികിത്സയ്ക്കും ചെല്ലുമ്പോൾ അവർ പറയണത് ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ മക്കളുണ്ടാകണില്ല. ഇവർ വളരെ വിഷമത്തിലായി. അപ്പോൾ അവർക്ക് ഒരു വിസ്ഡം, പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ഓരോ ജ്ഞാനം കൊടുക്കും. ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നം പരിഹരിക്കാൻ അപ്പം തന്നെ അതിൻ്റെ ഒരു വിസ്ഡം പരിശുദ്ധാത്മാവിന് തരാൻ പറ്റും. ഇവർക്ക് എന്ത് ചെയ്തു? ഇവർക്ക് പരിശുദ്ധാത്മാവ് ഒരു വിസ്ഡം കൊടുത്തു. ആ വിസ്ഡം ഇതാണ്. പെട്ടെന്ന് 9 ആഴ്ച യൂട്യൂബിലൂടെ അഭിഷേകത്തിന് കൂടാൻ്റെ ഒരു വിസ്ഡം കൊടുത്തു. ഇവരങ്ങനെ കൂടി അപ്പോൾ ഒരു നേർച്ച നേർന്നു. അത് അടുത്തൊരു വിസ്ഡമാണ്. ഒരു നേർച്ച നേർന്നു, എൻ്റെ ഈ ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ടാൽ ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞു. 4-ാമത്തെ ആഴ്ച അല്ലേ? 4-ാമത്തെ ആഴ്ച പ്രഗ്നൻ്റായി. 4-ാമത്തെ ആഴ്ച റിസൾട്ട് വന്നു, പോസിറ്റീവ്. അത് കഴിഞ്ഞ് വെച്ചാൽ 5-ാമത്തെ മാസമായപ്പോഴത്തേനും ബ്ലീഡിങ് ഒക്കെ സ്റ്റാർട്ടായി. ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജായി. അപ്പം ഞങ്ങൾ ഇവിടെ വിളിച്ചു പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചു. അപ്പോഴത്തെ ബ്രദർ പറഞ്ഞു ഇതുപോലെ 33 പ്രാവശ്യം വയറേൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം മാറിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യതയായ ഒരു മകളെ ദൈവം തന്നു. ഒരു കുഴപ്പമില്ലാത്ത പൂർണ്ണ ആരോഗ്യതയായ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്താൽ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഇവർ ആദ്യം ചെയ്ത ഇവർക്ക് ആത്മാവ് വീണ്ടും ഒരു വിശുദ്ധം കൊടുത്ത് ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ വൃത്തി പറഞ്ഞ ബ്രദറിന് വേറൊരു വിശുദ്ധം കൊടുത്തു. എന്ത്? 33 തവണ കുരിശിൻ്റെ അടയാളം ഉദരത്തിൽ വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് ആ ഉപദ്രവം മാറിപ്പോയി. ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ കൊടുത്ത് പിന്നെ ഒരു കുഴപ്പമില്ലാതെ മക്കളെ നൽകി അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതുപോലെ എത്രയോ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളുമാണ് നമ്മുടെ കർത്താവ് വലിയ കരുണ കാണിച്ച് അനേക കുടുംബങ്ങളിൽ ചൊരിയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത അനുഗ്രഹമാണല്ലോ. ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന്
കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. യെശയ്യാ ചാപ്റ്റർ 43 വേഴ്സസ് 19-21. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയാണ്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനം. നമ്മളെക്കുറിച്ച് ദൈവം പറയണ അത്ഭുതകരമായ കാര്യം അതാണ്. ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറയേണ്ടത്, ഈ ജനം ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ, അതാണ് നമ്മൾ ആദ്യമേ വായിച്ച് കേട്ടത്. യെശയ്യാ 43-ന്റെ 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം ദൈവം പറയാണ്, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഇപ്പോൾ ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മുളയെടുക്കാൻ നിങ്ങൾ അറിയുന്നില്ലേ? ദൈവം പറയാണ്, ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതേപോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കർത്താവിന് പറ്റും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചട്ടവും നിയമമാണ് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അത് നമ്മൾ മടുപ്പ് കൂടാതെ നമ്മൾ ചെയ്യാൻ ഇന്നും പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ്. ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. ദൈവത്തിന് അത് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരു തരത്തിൽ പലതരത്തിലുള്ള നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതമാണെങ്കിലും പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ നിരാശയും സങ്കടവും എല്ലാം സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിന്ന് ലൂക്കാ സുവിശേഷത്തിലെ സ്തുതിപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ വേറൊരു പേര് ഇത് സ്തുതിപ്പിൻ്റെ സുവിശേഷമാണ്, വേറൊരു പേര് ഇത് സ്ത്രീകളുടെ സുവിശേഷമാണ്, വേറൊരു പേര് ഇത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്തുതിപ്പാണ്. പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിപ്പോട് കൂടിയിട്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അവസാനിക്കുന്ന 24-ാമത്തെ അധ്യായത്തിൽ ജനം മുഴുവനും ദേവാലയത്തിൽ വന്ന് നിരന്തരം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് സുവിശേഷം സമാപിക്കുന്നത്. അപ്പോൾ സുവിശേഷം മുഴുവനിലും സ്തുതിപ്പാണ്. അതിൽ രേഖപ്പെടുത്തിയുള്ള ചില സ്തുതിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മളിന്ന് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോ ജീവിതങ്ങളും ഒരു സ്തുതിയുടെ ജീവിതമാകാൻ, നിരന്തരം സ്തുതികൾ അർപ്പിക്കാൻ തക്കതരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:46 മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ പരിശുദ്ധ മാതാവിലേക്ക് ദൈവ ചൈതന്യം വരുന്ന സമയത്ത് മാതാവ് ദൈവത്തെ സ്തുതിക്കുകയാണ്. മാതാവ് പ്രഗ്നൻ്റ് ആവുന്നു, അത്ഭുതകരമായ തരത്തിൽ ഉണ്ണീശോനെ ഗർഭം ധരിക്കുന്നതെല്ലാം നമുക്കറിയാം. തുടർന്ന് മാതാവ് ഉണ്ണീശോനെ പ്രസവിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്? സ്വർഗീയ ഗണങ്ങൾ അവർ വന്ന് സ്തുതിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നോക്കിയേ, സ്വർഗീയ ഗണം സ്തുതിക്കുകയാണ്, ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്, സ്തുതികളാണ്. വീണ്ടും ഈ ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയന്മാരെന്ത് ചെയ്യാണ്? അവർ ഉണ്ണീശോനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ സ്തുതിപ്പുയരുകയാണ്. ലൂക്കാ സുവിശേഷം 2:20 തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇടയന്മാർ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവർ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്തുതിപ്പുയരണം. വീണ്ടും ഉണ്ണീശോനെ കൊണ്ട് ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ ഔസേപ്പ് പിതാവും കൂടെ ചൊല്ലുന്നു. അവിടെ 2 പേരുണ്ട്, ശെമയോനും അന്നായും. ധാരാളം പേരുണ്ട്. അത് 2 പേരുടെ സ്തുതിപ്പിനെ കുറിച്ച് പറയുകയാണ്. ലൂക്കാ 2:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് വായിച്ചു കേൾക്കുന്നുണ്ട്. ശെമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോനെ കയ്യിലെടുത്ത് സ്തുതിക്കുകയാണ്. ഈശോനെ കയ്യിലെടുത്ത് സ്തുതിക്കുകയാണ്. ഓരോ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും ഈശോനെ നമ്മൾ കയ്യിലെടുത്ത് സ്തുതിക്കുകയാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിനോർത്ത് സ്തുതിക്കുകയാണ്. പിന്നെ ഹന്ന
ഹന്നായ്ക്കും കൊതി തീരുന്നില്ല, മതിമാറുന്നില്ല സ്തുതിക്കാൻ. കാരണം ഹന്ന ജീവിതത്തിൽ മുഴുവനും ദേവാലയത്തിൽ ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹന്നയുടെ സ്തുതിപ്പിൻ്റെ പവർ വർദ്ധിക്കുകയാണ്. വചനം പറയാണ്, 84 വയസ്സായ വിധവ ദേവാലയം വിട്ടുപോകാതെ, ശ്രദ്ധിച്ചേ, രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. നോക്കിയേ, അവളങ്ങനെ രാപകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും ചേർന്നൊന്ന് വിശ്വസിച്ചു, രാപകൽ ദൈവത്തെ സ്തുതിക്കണം, രാപകൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയണം, അപ്പോൾ തന്നെ അവൾ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുമ്പോട്ട് വന്ന് സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ച്, മുന്നോട്ട് വന്ന് സ്തുതിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹന്ന സ്തുതിപ്പിൻ്റെ വ്യക്തി. സ്തുതിപ്പ് മാത്രമല്ല, പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉപവാസവും എല്ലാം, സ്തുതിപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത വലിയൊരു വ്യക്തിയാണ് ഈ അന്ന. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ തന്റെ സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ധാരാളം പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ചെയ്ത ഒരു അത്ഭുതമാണ്, തളർവാദ രോഗിനെ ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോ തളർവാദനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ചെയ്ത കാര്യം എന്താ? ലൂക്ക 5:25 താൻ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ സ്തുതിപ്പ് ഉയരുകയാണ്. നമ്മളെ പലതരത്തിൽ ഈശോ സ്പർശിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിനോർത്ത് നമ്മൾ സ്തുതിക്കണം കർത്താവിനെ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ റിജക്ഷൻ, ചില തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ നമ്മൾ യേശുവിന്റെ നാമത്തെ പ്രതി ഇകഴ്ത്തലുകൾ, അതും ചിലപ്പോൾ നമുക്കുണ്ടാകും. ആ സമയത്തും നമ്മൾ സ്തുതിക്കുകയും മാത്രമല്ല, ഈശോയുടെ വചനമാണ്. ഈശോ പറയാണ്, നിങ്ങൾ സന്തോഷിച്ച് കുതിച്ചു ചാടണം, സന്തോഷിച്ച് കുതിച്ചു ചാടി സ്തുതിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം കുറെ ആൾക്കാർക്ക് ശക്തമായിട്ട് ഉപകരിക്കും. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ ഞാൻ വചനം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റുപറയണം. ഏറ്റുപറയാം. മനുഷ്യപുത്രൻ നിമിത്തം, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. ഈശോ പറയാണ്, നിങ്ങൾ സന്തോഷിച്ച് കുതിച്ചു ചാടണം. ഇപ്പോൾ ചിലപ്പോൾ യേശു നാമത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ അവഹേളനം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിച്ച് കുതിച്ചു ചാടണം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഭാരമുണ്ട്, അതിനെ സമർപ്പിച്ച് ഹല്ലേലൂയാ. ഒരുപക്ഷേ ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് ശേഷം കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ തന്നെ തുള്ളി ചാടി സ്തുതിച്ച് നമുക്ക് കേട്ട എല്ലാ നിന്ദാവചനങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ച്, കാരണം നമ്മുടെ സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. ഹല്ലേലൂയാ. ഇവിടെ വീണ്ടും ലൂക്കാസ് സുവിശേഷം 7:15-16 വാക്യങ്ങളിൽ ഈ നായിനിലെ വിധവയുടെ ഏക മകനെ കർത്താവ് ഉയർപ്പിക്കുന്ന മനോഹരമായ രംഗം അവിടെ വചനം പറയുകയാണ്. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. യേശു നമ്മളെ സന്ദർശിക്കുകയാണ്. യേശു നായരിലെ വിധവയുടെ വീട്ടിൽ സന്ദർശനം, വീട്ടിലല്ല, ആ ഒരു മകനെ പ്രത്യേകം സന്ദർശിച്ചു. അവനെ സംസ്കരിക്കാൻ പോകുന്ന സമയത്താണ് യേശുവിൻ്റെ ഒരു സ്പർശനം. തുടർന്ന് ജീവൻ തിരിച്ചു കിട്ടി. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തുതിപ്പിൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് സ്തുതിപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യും, നന്ദിയുടെ ശുശ്രൂഷ ചെയ്യും. കർത്താവ് തൻ്റെ 72 പേരെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവരെ ശുശ്രൂഷയ്ക്ക് വിട്ടു. അവർ തിരിച്ചു വന്നു, അവർ റിപ്പോർട്ടെല്ലാം നൽകി. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈശോ പരിശുദ്ധാത്മാവ് നിറയുകയാണ്, ആത്മാവിൽ ആനന്ദിക്കുകയാണ്. തുടർന്ന് ഈശോ സ്തുതിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് യേശു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം.
ഓക്കെ, ആത്മാവ് കൊണ്ട് നിറഞ്ഞ ഈശോ ചെയ്യുന്ന കാര്യം എന്താണ്? സ്തുതിപ്പാണ്. ഇപ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം നിറയുമ്പോൾ നമ്മൾ ഉടനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും സ്തുതിപ്പുകൾ ഉയരട്ടെ. ഹല്ലേലൂയാ. ഈശോ രോഗശാന്തി നൽകുന്ന രംഗങ്ങൾ വീണ്ടും ഉണ്ട്. ലൂക്കാ 13:13 വളരെ മനോഹരമാണ്. ആ സ്ത്രീ, പാവപ്പെട്ട കൂനി പിടിച്ച സ്ത്രീയെ കർത്താവ് സ്പർശിച്ചു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ. ഓരോ അഭിഷേകത്തിന് വചന ശുശ്രൂഷകളിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകരെ കർത്താവ് കൈകൾ വെക്കുന്നു, സുഖം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് അനേകരെ ഈ ശുശ്രൂഷയുടെ സഹായിക്കട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ കാണാം കുഷ്ഠരോഗി. ആ കുഷ്ഠരോഗികൾ, അവരിൽ ഒരുവൻ രോഗവിമുക്തനായി കണ്ട് അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അത് വേറൊരു അഭിഷേകമാണ്. രോഗസൗഖ്യം കിട്ടി, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് തിരിച്ചു വന്ന് നന്ദി പറയുകയാണ്. അതുപോലെ നമ്മൾ സാക്ഷി ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടാണ്. ദൈവം നമുക്ക് കൃപകൾ തരുമ്പോൾ നാണം കൂടാതെ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണം. ഈശോ ചോദിക്കുകയാണ്, 10 പേരല്ല സൗഖ്യം പ്രാപിച്ചത്, ഒരാൾ മാത്രമല്ല തിരിച്ചു വന്നു, ബാക്കി 9 പേര് എവിടെയെന്ന് നമ്മളെ നോക്കി ചിലപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ നന്മകളെയും കൃപകളെല്ലാം ഓർത്ത് സ്തുതിക്കുന്ന കാര്യത്തിൽ ഒരു അമാന്തം വിചാരിക്കരുത്, പിശുക്ക് കാണിക്കരുത്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അന്ധന് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന മനോഹരമായ രംഗം ലൂക്കാ സുവിശേഷം 18:43. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ കൂടുതൽ തിരിച്ചറിയുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ നമ്മൾ പോകണം. അതുകൊണ്ട് ആളുകൾ ദൈവത്തെ സ്തുതിക്കണം. ഒരുപക്ഷെ നമ്മുടെ മക്കൾ യേശുവിൻ്റെ പുറകെ പോകുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഓശാന ദിവസത്തെ മനോഹരമായ രംഗം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അത് ലൂക്കാ സുവിശേഷം 19:37 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യഗണം മുഴുവൻ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പസ്തോലന്മാരെല്ലാവരും, ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ. എല്ലാ അത്ഭുത പ്രവൃത്തികളെയും ഓർത്ത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്ന സമയത്ത് കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, കുറേ പേര് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഉത്തരം എങ്ങനെയാണ്? യേശു പറയുകയാണ്, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ അതിൽ 21:16 ഒരു വിശദീകരണം യേശു കൊടുക്കുകയാണ് അതിനെക്കുറിച്ച്. മത്തായി സുവിശേഷം 21:16 ഇങ്ങനെയാണ് വചനം. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? 8-ാം സങ്കീർത്തനം 2-ാം വാക്യം യേശു ഉദ്ധരിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ് കുട്ടികൾക്ക് സ്തുതിക്കാനുള്ള അഭിഷേകം, ചെറുപ്പക്കാർക്ക് സ്തുതിക്കാനുള്ളൊരു അഭിഷേകം. പിശിത ബൈബിളിൽ കുട്ടികൾ അതുപോലെ യുവാക്കൾ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതായാലും കുട്ടികൾക്കും യുവാക്കന്മാർക്കും മുലകുടിക്കുന്നവർക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ അധരങ്ങളിൽ ദൈവം സ്തുതിപ്പാണ് ഒരുക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന്റെ മരണം കണ്ട ശതാധിപൻ ചെയ്ത കാര്യം എന്താണ്? ലൂക്കാ 23:47 ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ കുരിശുമരണം കണ്ട വ്യക്തിക്ക് പോലും കർത്താവിനെ സ്തുതിക്കാൻ തോന്നക്ക തരത്തിൽ യേശു സ്തുതിപ്പിൻ്റെ അഭിഷേകം ഒരുപാട് ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നതിൽ അമാന്തം വരുത്തരുത്. ലൂക്കാ സുവിശേഷത്തിൽ സ്തുതിപ്പാണ്. ലൂക്കാ സുവിശേഷം അവസാനിക്കുന്ന മനോഹരമായ വാക്യം 24:53. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണത്. എല്ലാവരും അത് ഉയർത്തിയ വചനം ഉറക്കേറ്റ് പറഞ്ഞ്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. They were continually in the temple blessing the Lord. ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മുഴുവൻ സമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ലൂക്കാ സുവിശേഷത്തിലെ സ്തുതിപ്പിനെ കുറിച്ചുള്ള ചില വചനങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത്. പ്രിയപ്പെട്ടവരെ, സ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകം. പരിശുദ്ധ മാതാവ് സ്തുതിയുടെ അമ്മ. അതുപോലെ തന്നെ അതിങ്ങനെ വന്ന് അവസാനം യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്തായിരുന്നു? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും
ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്തുതിപ്പിൻ്റെ ഒരു പുതിയൊരു അഭിഷേകം കർത്താവ് വെച്ച് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ദേവാലയത്തിൽ പോയി കുറച്ചേറെ സമയം ഇരുന്ന് സ്തുതിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ധ്യാനകേന്ദ്രത്തിലൊക്കെ വന്ന് ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആരാധനാ സെൻറ്ററുകളുണ്ട്, കുത്തിയിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോ വീടും ഒരു സ്തുതിപ്പിൻ്റെ ആലയമായിട്ട് കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറേ സമയം കർത്താവിനെ വീണ്ടും ഒന്ന് സ്തുതിക്കാം. സ്തുതിക്കിൻ്റെ അഭിഷേകം, സ്തുതിപ്പിൻ്റെ കൃപ നമുക്ക് ധാരാളം വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സ്തുതിപ്പിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവെ കൊടുക്കണമെന്ന് ദാഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന നല്ല ഈശോയെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, 51:15 സങ്കീർത്തനത്തിൽ സങ്കീർത്തൻ്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ അധരങ്ങളെ അങ്ങ് തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ഉരുവിടട്ടെ. കർത്താവ് നമ്മുടെ അധരങ്ങളെ തുറക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കൂടുതൽ പറ്റും. നമ്മളിന്ന് ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ദൈവത്തോട് തന്നെ പറയാം: ദൈവമേ, ഇപ്പോഴും ആ ഒരു സ്തുതിപ്പിൻ്റെ അഭിഷേകം അധരങ്ങളിൽ വെച്ച് തരണമേ. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത് തന്നെ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്താനാണല്ലോ. കർത്താവെ, അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങ് അത്ഭുതകരമായ തരത്തിൽ മരുഭൂമിയിൽ ജലമൊഴുക്കും, പുതിയ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കും. ഞങ്ങൾക്കറിയാം. കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവനും സ്തുതിയുടെ ജീവിതമായിട്ട് മാറാൻ ഇടയാക്കണമേ. കർത്താവിൻ്റെ പക്കലേക്ക് 2 കരങ്ങളും ഉയർത്തി വലിയ സ്നേഹത്തോടെ സ്തുതിപ്പിൻ്റെ രാജനായ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും കണ്ണുനീരും പ്രാർത്ഥനയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും ചേർന്ന് ഉറക്കെ വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, 2 കരങ്ങളും ഉയർത്തി യേശുവേ, അധരങ്ങളെ തുറക്കണമേ. സ്തുതിപ്പിന്റെ കൃപകൾ നൽകണമേ. കോട്ടയും നീ മാത്രമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി എന്ന് വിളിച്ച് യേശുവേ, ദൈവം യേശുനാഥ, ആശ്രയം യേശുനാഥ, ജീവനും കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ